നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യമായ അൽബേനിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തെക്ക് കിഴക്കൻ യൂറോപ്യൻ രാജ്യം കൂടിയായ അൽബേനിയയിൽ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത് അവിടെ വലിയ തോതിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരിക്കുന്നു. 49 പേർ ഇതിനോടകം മരിച്ചു കഴിഞ്ഞു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ പുറത്തു വരുന്നത്. 750ഓളം പേർക്ക് പരിക്കേറ്റു. അതിൽ 200ഓളം പേരുടെ പരിക്ക് സാരമായതാണ്. കൈകാലുകൾ നഷ്ടപ്പെട്ട ഒട്ടനവധി ആളുകൾ. വളരെയധികം ആഘാതം ചെലുത്തിയിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾക്ക്. ഇത് ടിരാനയ്ക്ക് വലിയ ആഘാതം തന്നെയാണെന്നാണ് യൂറോപ്യൻ യൂണിയൻ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതായി കണക്കുകൾ പറയുന്നത്. കാരണം കണക്കുകൾ വ്യക്തമാക്കുന്നത് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്ന് തന്നെയാണ്. കാരണം 5300ഓളം ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതും ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു ഈ ദുരന്തം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 6.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഇത് ഈ പതിറ്റാണ്ടിൽ തന്നെ രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ ശക്തിയേറിയ റിക്ടർ സ്കെയിലിലെ ഭൂചലനം തന്നെയായിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. തുറമുഖ നഗരമായ ഡുറസിലും അതോടൊപ്പം തന്നെ തുമായിലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ശക്തമായ ആഘാതങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഔദ്യോഗികമായ കണക്കുകൾ പുറത്തു വരുന്നത്. ശക്തമായ റിക്ടർ സ്കെയിലിൽ ഭൂചലനം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ മുൻകൂർ നടപടികൾ എടുക്കാത്തതാണ് ഇത്രയും വലിയ മരണസംഖ്യയിലേക്ക് ഉയർത്താനും പലരും പരിക്കേൽക്കാനും കാരണമായിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യസമയത്ത് എത്തിക്കാൻ പരാജയപ്പെട്ടത് വലിയ തോതിൽ ആഘാതത്തിന് കാരണമായതായും ഇപ്പോൾ പറയുകയാണ്. അതുമാത്രമല്ല, അവിടുത്തെ രാജ്യത്തിന്റെ നിലവിലെ സ്ഥിതി അനുസരിച്ച് സൗത്ത് ഈസ്റ്റ് യൂറോപ്പിന്റെ ഭാഗമാണ്. അഡ്രിയാറ്റിക് അതോടൊപ്പം തന്നെ അയോണിയൻ കടലുകൾ പങ്കെടുക്കുന്ന, അതോടൊപ്പം തന്നെ മെഡിറ്ററേനിയൻ കടലിൽ ഉള്ളിൽ നിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ആ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങൾ, അതായത് മൊണ്ടിനെഗ്രോ എന്ന വടക്ക് പടിഞ്ഞാറൻ മേഖല, അതോടൊപ്പം തന്നെ കൊസോവ എന്ന് പറയുന്ന വടക്ക് കിഴക്കൻ പ്രദേശം, അതോടൊപ്പം തന്നെ വടക്കായിട്ട് മെസഡോണിയ, ഗ്രീസുമായി അതിന്റെ തെക്ക് ഭാഗം പങ്കിടുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ ഭൂവിസ്തൃതി കിടക്കുന്നത്. അതിർത്തി രാജ്യങ്ങൾ പങ്കിടുന്നത് ഏകദേശം 22,000 സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തൃതി എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പലതരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഹൈഡ്രോളജിക്കലും അതോടൊപ്പം തന്നെ മോർഫോളജിക്കൽ സാഹചര്യങ്ങൾ ഉൾപ്പെടെ അതിനകത്തുണ്ട്. 28,145ഓളം കിലോമീറ്റർ പങ്കിടുന്ന, അതായത് 11,100 ചതുരശ്ര മീറ്ററോളം വിസ്തൃതിയുള്ള ഈ സ്ഥലത്തിന്റെ വളരെയധികം പ്രത്യേകതകൾ ഉള്ള സ്ഥലം തന്നെയാണിത്. ഇവിടുത്തെ ആവാസ വ്യവസ്ഥിതി വളരെ കുറവാണെങ്കിൽ പോലും അവിടെ ചരിത്രപരമായിട്ടുള്ള ഒട്ടനവധി സാഹചര്യങ്ങൾ, ഒട്ടനവധി സംസ്കാരങ്ങൾ ഒക്കെ ഉടലെടുത്തിരിക്കുന്ന സാഹചര്യമാണ്. മാത്രമല്ല, യൂറോപ്പിൽ ഭാഷയുടെ വികസനത്തിന് വലിയ രീതിയിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന തെറേഷ്യൻസും പുരാതന ഗ്രീക്കുകാരും റോമാക്കാരും ഒക്കെ തങ്ങിയിരുന്ന ഒരു സ്ഥലം തന്നെയാണ്. അതുമാത്രമല്ല, ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ തിക്ത അനുഭവം ലോക ജനതയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഭൂചലനത്തിന്റെ വിസ്തൃതി, അതിന്റെ നാശനഷ്ടങ്ങൾ ഒക്കെ ഇനിയും കടൽക്കടുത്ത് വന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെയുള്ളത് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നു. ഇനിയും പുറത്തെടുക്കാൻ ഒരുപാട് പേരുടെ ശവശരീരങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അങ്ങേറ്റം ദാരുണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിനെ ഔദ്യോഗികമായി വിശേഷിക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.